ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബയോ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ബയോ കെമിക്കൽ ഇലക്ട്രോഡ്സുകൾ ഈ രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ ദ ബോഡി? നമ്മുടെ ശരീരത്തിൽ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ആവശ്യമുള്ള അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അയോണിക് ആണ് എന്തെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് അയേണുകളുടെ മൂവ്മെന്റ് കാരണമാണ്. ഓക്കെ, സോ സോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ അയേൺസ് ആണ്. ഓക്കെ, സോ ദ മൂവ്മെന്റ് ഓഫ് അയേൺസ്, ആ ഒരു സെൽ മെംബ്രെയിനിലൂടെ ഉണ്ടാവുന്ന അയേണുകളുടെ മൂവ്മെന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അയേണുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ക്ലോറൈഡ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ചാർജുകളെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അയേൺ ചാനലിലൂടെ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന അയൺ ചാനലിലൂടെ മൂവ് ചെയ്യുന്നത് വഴി നമുക്ക് ഇലക്ട്രിക്കൽ ചാർജുകൾ ബോഡിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് നെർവ്സ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ മസിൽ കോൺട്രാക്ഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ പറയുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു അയേണുകളുടെ മൂവ്മെന്റ് വഴിയായിട്ടാണ്. ഓക്കെ, which of the following is not a type of biopotential electrode? താഴെ തന്നിരിക്കുന്നതിൽ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? AG or AgCl, ഗോൾഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ AgCl അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് ആണ്. ഇതെന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ഇലക്ട്രോ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന സിൽവറിന് വരുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ECG, EEG അതുപോലെ തന്നെ വേറെ പല ബയോ പൊട്ടൻഷ്യൽ മെഷർമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സലന്റ് കണ്ടക്ടിവിറ്റി ആണ്. അത് നമുക്ക് ബയോ കോമ്പാക്ടിവിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെ ഡ്യൂറബിൾ ആണ്, ഗുഡ് കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പല വേരിയസ് മെഡിക്കൽ ആപ്ലിക്കേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോപ്പർ എന്ന് പറയുന്നത് അതിന്റെ ബയോ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാത്തത് അതിൽ പല പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിന്റെ ബയോ കോമ്പാറ്റിബിലിറ്റിയിൽ വരുന്ന കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതേപോലെ കൊറോഷൻ, ഈ രണ്ട് റീസൺസ് കാരണമാണ് നമ്മൾ കോപ്പർ യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ടോക്സിസിറ്റി അല്ലെ, കോപ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ ടോക്സിക് ആകുന്നതിന് ചാൻസും ഉണ്ട്. ബോഡിയിൽ ചിലപ്പോൾ ടോക്സിക് ആകാം. അത് പല റിയാക്ഷൻസ് വരുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക് അങ്ങനത്തെ കേസസ് വരുന്നുണ്ട്. പിന്നെ കൊറോഷൻ, കോപ്പർ എന്ന് പറയുന്നത് പെട്ടെന്ന് കൊറോഡ് ആകുന്നതിന് കാരണമാകും. ബോഡിയിലുള്ള ഹ്യൂമൻ ബോഡിയിലുണ്ടാകുന്ന ചില ഫ്ലൂയിഡുകളുമായിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊറോഡ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, കോപ്പർ നമുക്കൊരു സിഗ്നിഫിക്കന്റ് ഹാഫ് സെൽ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രോലൈറ്റുകളുമായിട്ട് കോൺടാക്റ്റിലാവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ ആയിട്ട് വരുന്ന ഒരു ബയോ ഇലക്ട്രിക് മെഷർമെന്റിനെ ഇന്റർഫിയർ ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ ചിലവർക്ക് അതെന്താവും? അലർജിക് റിയാക്ഷൻസ് കാരണമാകും. ചിലർക്ക് ഈ കോപ്പർ എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റേഷൻസിനും പല വേറെ കേസസിലും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് ഇലക്ട്രോഡുകളായിട്ട് നമ്മൾ കോപ്പർ കൂടുതലായിട്ട് ചൂസ് ചെയ്യാറില്ല. ഓക്കെ, what is the relatively static membrane potential of quiescent cells are called? ഒരു ക്വിസന്റ് സെൽസ് ഓഫ് സെല്ലുകളുടെ ബയോ സ്റ്റാറ്റിക് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. എന്താണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. അല്ലെ, ഒരു സെൽ എന്ന് പറയുന്നത് ഒരു നോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന ആ ഒരു വോൾട്ടേജ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ ഒരു അയേണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ പൊട്ടാസ്യം, സോഡിയം എന്ന് പറയുന്ന അയേണുകളുടെ ആ ഒരു സെൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആ ഒരു ചാനൽസ് ആൻഡ് പമ്പുകളിൽ ഉണ്ടാകുന്ന അയേണുകളുടെ ഒരു ഇതിൽ വരുന്ന അതിനെ വെച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു എക്സൈറ്റ് ചെയ്തിരിക്കുന്ന എക്സൈറ്റബിൾ സെല്ലുകളുടെ വർക്കിങ്ങിന് വളരെ ക്രൂഷ്യൽ ആണ്. അതായത് ന്യൂറോൺസ്, മസിൽ സെൽസ് ഇവയുടെയൊക്കെ വർക്കിങ്ങിന് എന്ന് പറയുന്നത് ഈ ഒരു എക്സൈറ്റഡ് സെൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സൈറ്റബിൾ സെൽസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ സ്റ്റേജിൽ നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ആകുകയും അത് നമുക്ക് പല സെല്ലുലാർ ആക്ടിവിറ്റീസിലേക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് വരുന്ന ആൻസർ. Which ion is not involved in producing cell potential? Cell potential പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ആകാത്ത അയൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറ്റ് ഈസ് ഹൈഡ്രജൻ ആണ്. അല്ലെ, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്രൈമർ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ആവുന്ന ഏതൊക്കെയാണ്? ഏതൊക്കെ അയണുകളാണ്? സോഡിയം, പൊട്ടാസ്യം ആൻഡ് ക്ലോറൈഡ് ആണ്. അല്ലെ, ആ ഒരു സെൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന ഇവയുടെ മൂവ്മെന്റ്സ് ആണ്.
ഈ അയേൺസുകൾ എന്താണ് പല പല കാര്യങ്ങൾക്കും വളരെ ക്രൂഷ്യൽ റോളാണ്. അതായത് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന അയേണുകൾ നമുക്ക് വളരെ ഹെൽപ്പ് ആകുന്നുണ്ട്. ഹൈഡ്രജൻ അയേൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല സെല്ലുലാർ പ്രോസസ്സുകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് pH റെഗുലേഷൻ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും അത് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസിങ് സെൽ പൊട്ടൻഷ്യലിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരുന്നില്ല. ഓക്കെ, what is the principal advantage of using Ag or AgCl electrodes over other types? എന്താണ് Ag അല്ലെങ്കിൽ AgCl, സിൽവർ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് നമ്മൾ ബയോ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ്, ലോ സെൻസിറ്റിവിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ലോ പോളറൈസേഷൻ, ഹൈ ഇംപിഡൻസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഹാസ് വെരി ഹൈ സ്റ്റെബിലിറ്റി ആൻഡ് ലോ പോളറൈസേഷൻ. ഓക്കെ, സിൽവർ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് ബയോ പൊട്ടൻഷ്യൽ മെഷർമെന്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവയ്ക്ക് വളരെ ഹൈ സ്റ്റെബിലിറ്റി ഉണ്ട്, ലോ പോളറൈസേഷനും വരുന്നുണ്ട്. അതിനർത്ഥം അവയ്ക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് പ്രത്യേകിച്ച് റീസൺസുകളൊന്നും ഇല്ല അതിന് കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവയുടെ ലോ പോളറൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഫോം ആകുന്നത് മിനിമൈസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ മെഷർമെന്റിന്റെ അക്യുറസിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഗുഡ് ബയോ കമ്പാക്ടിബിലിറ്റി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെഡിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആപ്ലിക്കേഷൻസിലൊക്കെ ഈ പറയുന്ന സിൽവർ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രോകാർഡിയോഗ്രാഫി? ECGയിൽ നമ്മൾ ഏതൊരു ടൈപ്പ് ഓഫ് ബയോ പൊട്ടൻഷ്യലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സർഫേസ് ഇലക്ട്രോഡ്, നീഡിൽ, ഡെപ്ത്, മൈക്രോ ഇലക്ട്രോഡ്സ്. നമുക്കറിയാം സർഫേസ് ഇലക്ട്രോഡ്സുകളാണ് നമ്മൾ ECGയിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ചെസ്റ്റിന്റെ മുകളിൽ ആ സർഫേസ് ഇലക്ട്രോഡുകളല്ലേ നമ്മൾ പ്ലേസ് ചെയ്യാറുള്ളത്? അതെ. അപ്പൊ സർഫേസ് ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ECGയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. കാരണം ഇതൊരു നോൺ ഇൻവാസീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികൾ, ആ സിഗ്നലുകളെ ക്യാപ്ചർ ചെയ്തിട്ട് ആ സർഫേസിൽ പ്ലേസ് ചെയ്യുന്നത് വഴി ഹാർട്ടിന്റെ സിഗ്നൽസുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയുന്നത് വളരെ അക്യുറേറ്റും റിലയബിൾ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഹാർട്ടിന്റെ ആക്ടിവിറ്റികൾ അല്ലെ? അത് നമുക്ക് പല ആവശ്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, which material is commonly used as conductive layer in disposable ECG electrode? ECG ഇലക്ട്രോഡുകൾ, ഡിസ്പോസബിൾ ECG ഇലക്ട്രോഡുകളിൽ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ ഒരു കണ്ടക്റ്റീവ് ലെയറിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? സിൽവർ ക്ലോറൈഡ്, ഗോൾഡ്, പ്ലാറ്റിനം, കോപ്പർ. നമുക്കറിയാം ഓപ്ഷൻ എ സിൽവർ ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ECGയിൽ ഒരു കണ്ടക്റ്റീവ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? അവയുടെ ഒരു എക്സലന്റ് കണ്ടക്റ്റീവ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഈ രണ്ട് റീസൺ കാരണമാണ് നമ്മൾ സിൽവർ ക്ലോറൈഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റന്റും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഒരു ഹ്യൂമൻ ബോഡിയുമായിട്ട് ഒരു ഗുഡ് കോൺടാക്റ്റിലാണ് നമുക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു പോളറൈസേഷൻ, വളരെ മിനിമൈസിങ് പോളറൈസേഷൻ എഫക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഏറ്റവും അക്യുറേറ്റും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ECG നമുക്ക് മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സിൽവർ ക്ലോറൈഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The impedance of an electrode skin interface can be minimized by using. ഇലക്ട്രോഡും സ്കിൻ ഇന്റർഫേസും തമ്മിൽ വരുന്ന ആ ഒരു ഇംപിഡൻസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ബി കണ്ടക്റ്റീവ് ജെൽ ആണ്. ഓക്കെ, കണ്ടക്റ്റീവ് ജെല്ല് നമുക്ക് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു ഇംപിഡൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആരൊക്കെ തമ്മിലുള്ളത്? ഇലക്ട്രോഡും സ്കിന്നും തമ്മിൽ വരുന്ന ആ ഒരു ഇംപിഡൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ജെല്ല് എന്താ ചെയ്യുന്നത്? എയർ ഗ്യാപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഫില്ല് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാനും കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ആൽക്കഹോൾ സ്വാബ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു സ്കിന്നിനെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ആൽക്കഹോൾ സ്വാബ്സ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഇംപിഡൻസ് റിഡക്ഷൻ ആ ഒരു റിഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ കണ്ടക്റ്റീവ് ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപിഡൻസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. In biopotential recording, what does a high electrode impedance results? ഒരു ഹൈ ഇലക്ട്രോഡ് ഇംപിഡൻസ് ആണെങ്കിൽ ആ ഒരു ബയോ പൊട്ടൻഷ്യൽ റെക്കോർഡിംഗിൽ വരുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഡിക്രീസ്ഡ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. എന്താണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ? ഒരു വളരെ ഡിക്രീസ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത്.
ഓക്കെ, ഹൈ ഇലക്ട്രോഡ് ഇംപിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്വാളിറ്റി ഓഫ് ദ റെക്കോർഡഡ് സിഗ്നലുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ റെസിസ്റ്റൻസ് ആണ് ആ ഒരു ബയോ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ബോഡിയിൽ നിന്നും ഇലക്ട്രോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന് കൂടുതൽ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സിഗ്നൽ ടു നോയ്സ്, അതായത് ഹയർ ലെവൽ ഓഫ് നോയ്സും ആർട്ടിഫാക്ട്സും ഒക്കെ നമുക്ക് ആ ഒരു റെക്കോർഡഡ് സിഗ്നൽ അല്ലെങ്കിൽ എററുകളൊക്കെ നമ്മുടെ ആ ഒരു റെക്കോർഡഡ് സിഗ്നലിൽ വരികയും അതിന്റെ ഫലമായിട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ റെഡ്യൂസ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താകാൻ പറ്റും, നമുക്ക് ആ ഒരു ആക്ച്വൽ ഫിസിയോളജിക്കൽ സിഗ്നൽസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഏതാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ നിന്നും വരുന്നത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഫലമായിട്ട് എന്താണ്, ആ ടോട്ടൽ ആയിട്ട് വരുന്ന ക്വാളിറ്റി, ആ ഒരു റെക്കോർഡിംഗ് ക്വാളിറ്റി നമുക്ക് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, which type of electrode is implanted in the brain for recording electrical activity? Electrical activityകൾ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡുകളാണ് നമ്മൾ ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഡെപ്ത് ഇലക്ട്രോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്രെയിനിന്റെ ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെപ്ത് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് ആ ഒരു സ്പെസിഫിക് റീജിയൻ, ബ്രെയിനിന്റെ ഒരു സ്പെസിഫിക് റീജിയനിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ന്യൂറൽ ടിഷ്യൂവിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് എന്തിനാണ്, മെയിൻ ആയിട്ട് ആ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിനും ട്രീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലെ. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് പറയുന്നത് ഏതൊക്കെയാണ്, എപ്പിലെപ്സി അല്ലെ, ആ ഒരു കണ്ടീഷനെ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് ഒരു അബ്നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സർഫേസോ അല്ലെങ്കിൽ ഒരു നീഡിൽ ഇലക്ട്രോഡുകളോ അല്ലെങ്കിൽ ഡെപ്ത് ഇലക്ട്രോഡുകൾക്ക് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെയിൻ ടിഷ്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്രെയിൻ ടിഷ്യൂവിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു ഡെപ്ത് ഇലക്ട്രോഡുകൾക്ക്. ഓക്കെ, പക്ഷെ സർഫേസോ അതല്ലെങ്കിൽ നീഡൽ ഇലക്ട്രോഡുകൾക്ക് ആ ഒരു ബ്രെയിനിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇത് പർട്ടിക്കുലർ ഏരിയയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് ഈ പറയുന്ന ഡെപ്ത് ഇലക്ട്രോഡുകൾക്ക് ഉണ്ട്. Which of the following is a common type of biochemical electrode? താഴെ തന്നിരിക്കുന്നതിൽ വളരെ കോമൺ ടൈപ്പ് ഓഫ് ബയോകെമിക്കൽ ഇലക്ട്രോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് pH ഇലക്ട്രോഡ്, സോഡിയം ഇലക്ട്രോഡ്, ഗ്ലൂക്കോസ് ഇലക്ട്രോഡ്, ഓൾ ഓഫ് ദി അബോവ്. എല്ലാം തന്നെ എന്താണ്, ബയോകെമിക്കൽ ഇലക്ട്രോഡുകളുടെ കോമൺ ടൈപ്പുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ബയോകെമിക്കൽ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നത് പല സ്പെസിഫിക് അയേൺസ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിൽ ഉണ്ടാകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, the pH electrode measures the concentration of which ion in a solution. pH എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിലുള്ള ഏത് അയണുകളുടെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇറ്റ്സ് ഹൈഡ്രജൻ അയൺസുകൾ അല്ലെ. ഹൈഡ്രജൻ അയണുകൾ ഒരു സൊല്യൂഷനിലുള്ള അതിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ആണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് pH ഇലക്ട്രോഡുകൾ. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റും, അതൊരു അസിഡിറ്റി ഉള്ളതാണോ ആൽക്കലൈനിറ്റി സൊല്യൂഷൻ ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. What is the primary function of a glucose electrode? ഒരു ഗ്ലൂക്കോസ് ഇലക്ട്രോഡിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്, മെഷർ അല്ലെ, ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which enzyme is commonly used in glucose electrode to catalyze the reaction? റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതിന് ഗ്ലൂക്കോസ് ഇലക്ട്രോഡിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഇറ്റ് ഈസ് ഗ്ലൂക്കോസ് ഓക്സിഡേസ്. ഗ്ലൂക്കോസ് ഓക്സിഡേസ് എൻസൈം ആണ് നമ്മൾ ഗ്ലൂക്കോസ് ഇലക്ട്രോഡുകളിൽ യൂസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്ലൂക്കോസിനെ കാറ്റലൈസ് ചെയ്യാൻ, ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, which biochemical electrode is used to measure the partial pressure of oxygen in blood? ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബയോകെമിക്കൽ ഇലക്ട്രോഡ് ഏതാണ്? ഇറ്റ് ഈസ് ഓക്സിജൻ ഇലക്ട്രോഡ്, അതല്ലെങ്കിൽ ക്ലാർക്ക് ഇലക്ട്രോഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലാർക്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഓക്സിജൻ ഹ്യൂമൻ ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രത്തോളം ആണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഓക്സിജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ക്ലാർക്ക് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, what type of biochemical electrode is used for continuous monitoring of blood glucose levels in a diabetic patient? ഒരു ഡയബറ്റിക് പേഷ്യന്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബയോകെമിക്കൽ ഇലക്ട്രോഡ് ഏതാണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസേഴ്സ്, CGM എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ.
What is the principle behind the working of an ion selective electrode? Ion selective electrode ന്റെ ഒരു working principle എന്താണ്? Potentiometric measurement. എന്താണ്? Potentiometric measurement ആണ് ion selective electrodeകളുടെ principle of working. Okay, ഇതെന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യോമെട്രിക് മെഷറിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ആ ഒരു റെഫറൻസ് ഇലക്ട്രോഡിന്റെയും അയൺ സെലക്ടീവ് മെംബ്രെയിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു അയൺ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. In a potentiometric biosensor, what is the measured to determine the concentration of a specific ion? എന്ത് മെഷർ ചെയ്തിട്ടാണ് ആ ഒരു സ്പെസിഫിക് അയണിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നത് ഒരു പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസറിൽ? അപ്പൊ ആ ഒരു സ്പെസിഫിക് അയണിന്റെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്? വോൾട്ടേജ് മെഷർ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസർ വോൾട്ടേജ് ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു സ്പെസിഫിക് അയണിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് ആ ഒരു സൊല്യൂഷനിൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, which type of biochemical electrode is used to measure the concentration of a potassium ion in a solution? ഒരു സൊല്യൂഷനിലുള്ള പൊട്ടാസ്യം അയണുകളുടെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബയോകെമിക്കൽ ഇലക്ട്രോഡ് ഏതാണ്? പൊട്ടാസ്യം അയൺ സെലക്ടീവ് ഇലക്ട്രോഡ് അല്ലെ? സെലക്ടീവ് ഇലക്ട്രോഡ്, പൊട്ടാസ്യം അയൺ സെലക്ടീവ് ഇലക്ട്രോഡ്. Which of the following is not a characteristics of a good biochemical electrode? താഴെ തന്നിരിക്കുന്നതിൽ ബയോകെമിക്കൽ ഇലക്ട്രോഡുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം ലോങ് റെസ്പോൺസ് ടൈം അല്ലെ? റെസ്പോൺസ് ടൈം ഷുഡ് ബി ലോ ആയിരിക്കണം, എന്നാലും നമുക്കത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഷുഡ് ഹാവ് എ ഷോർട്ട് റെസ്പോൺസ് ടൈം ആണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് കിട്ടണം. ഇപ്പൊ ലോങ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അൺഡിസൈറബിൾ ആണ് അല്ലെ? നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബയോ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡുകളും ബയോ കെമിക്കൽ ഇലക്ട്രോഡുകളും തമ്മിലുള്ള ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.